കുട്ടികളെ ചൂഷണം ചെയ്യുന്ന പരസ്യങ്ങൾ നൽകി ലാഭമുണ്ടാക്കുന്നുവെന്ന വാദം തെറ്റാണെന്ന വിശദീകരണവുമായി മെറ്റ. സംശയാസ്പദമായ ലിങ്കുകൾ പ്രചരിപ്പിച്ചതിന് ഇന്ത്യയിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 1,60,000 അക്കൗണ്ടുകൾ നീക്കം ചെയ്തു. കൃത്യസമയത്ത് നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന് മെറ്റ മറുപടി നൽകി. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ മെറ്റയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വാർത്ത വന്നത് BBC ആണ് ഇങ്ങനെ ഒരു വാർത്ത നൽകിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇതിന്മേലൊരു നടപടിയിലേക്ക് കടന്നിരുന്നത്. എന്താണ് ഇപ്പോൾ മെറ്റയുടെ വിശദീകരണം, അഭിനന്ദ്? ഇപ്പോൾ പ്രതികരണവുമായി മെറ്റ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്മൃതി, ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് BBC ഒരു വാർത്ത നൽകുന്നു. BBCയുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഇൻസ്റ്റാഗ്രാമിന് നോട്ടീസ് അയക്കുന്നത്. കുട്ടികളെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോകൾ എത്രയും പെട്ടെന്ന് നീക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നായിരുന്നു കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം അയച്ച നോട്ടീസിൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ മെറ്റ തന്നെ ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. സംശയാസ്പദമായ ലിങ്കുകൾ പ്രചരിപ്പിച്ചതിന് ഇന്ത്യയിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 1,60,000 അക്കൗണ്ടുകൾ നീക്കം ചെയ്തതായിട്ടാണ് ഇപ്പോൾ മെറ്റ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ലോകമെമ്പാടുമായി 40 ലക്ഷം വ്യാജ അക്കൗണ്ടുകളും കുട്ടികളെ ചൂഷണം ചെയ്യുന്ന 3.6 കോടി പോസ്റ്റുകളും തങ്ങളുടെ AI സിസ്റ്റം ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തു എന്ന് വ്യക്തമാക്കുകയാണ് മെറ്റ. 3 ദിവസത്തെ സാവകാശം കൂടി മെറ്റയ്ക്ക് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഇതിന്റെ മറുപടി നൽകാൻ അത് അനുവദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മെറ്റ ഇപ്പോൾ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 1,60,000-ലധികം പോസ്റ്റുകൾ, പരസ്യങ്ങൾ, വീഡിയോകൾ, ലിങ്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കൃത്യമായി നീക്കം ചെയ്യാനുള്ള ഇടപെടൽ തങ്ങളുടെ AI സംവിധാനം ഉപയോഗിച്ച് നടപ്പിലാക്കിയെന്ന് വ്യക്തമാക്കുകയാണ്. കുട്ടികളെ അപകീർത്തിപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരസ്യങ്ങൾ ഏതെങ്കിലും അക്കൗണ്ടുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ കർശനമായ നടപടി ഒരു ഉത്തരവാദിത്ത ബോധത്തോടെ സ്വീകരിക്കുമെന്ന ഉറപ്പും ഇപ്പോൾ മെറ്റ നൽകിയിരിക്കുന്നു. ഉടനടി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് നോട്ടീസിന്മേൽ മറുപടി നൽകുമെന്നും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.